DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസത്തിലെ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടുകളിൽ തുകയെത്തുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷനുകൾ നൽകുവാനും ശമ്പള വിതരണത്തിനുമൊക്കെയായി 1800 കോടി രൂപ അടുത്ത ആഴ്ച സർക്കാർ കടമെടുക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ കടമെടുക്കലാണിത്. ഈ തുക എത്തിയ ശേഷമായിരിക്കും വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം അക്കൗണ്ടുകളിലേക്ക് നടക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഈ വർഷം ഡിസംബർ വരെ 23,000 കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം 12-ന് 2,800 കോടി രൂപ കടമെടുത്തിരുന്നു. പുതിയ UDF സർക്കാർ മെയ് 26 ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ 1,800 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. ഈ തുക ലഭിച്ച ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ ആരംഭിക്കുക. തിങ്കളാഴ്ച വൈകുന്നേരം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചിലപ്പോൾ ഭാഗികമായി പെൻഷൻ വിതരണം നടന്നേക്കാം. ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്കിൽ നിന്നും വായ്പയായി ലഭിക്കുന്ന തുക കൂടി എത്തിയ ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുമുള്ള ക്ഷേമ പെൻഷൻ വിതരണം സജീവമാവുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമൊക്കെ പൂർത്തിയാകുവാൻ സാധാരണഗതിയിൽ 10 ദിവസം വരെ എടുക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണവും ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഈ സർക്കാരും തുടർന്നു കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. പുതിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി KM ഷാജി ചുമതലയേറ്റിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി K-സ്മാർട്ട് പോർട്ടൽ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി ഇതിൽ പുതിയ അപേക്ഷകൾ നൽകാൻ സാധിച്ചിരുന്നില്ല. BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നത്. വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർ ആയിരിക്കണം അപേക്ഷകർ. അർഹതയുണ്ടായിട്ടും ഇതുവരെ അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മുൻ സർക്കാർ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വിതരണം ചെയ്ത ശേഷം പിന്നീട് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുകയുണ്ടായിട്ടില്ല. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ലഭിക്കേണ്ട 1000 രൂപ നിലവിൽ കുടിശ്ശികയാണ്. പദ്ധതി പുതിയ സർക്കാർ പൂർണ്ണമായി തുടരുകയാണെങ്കിൽ കുടിശ്ശിക തുക ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസം അവസാനം കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയടക്കം 2,000 രൂപ വരെ ലഭിക്കും. കാര്യമായ മാറ്റങ്ങളോടെ, അതായത് APL വിഭാഗത്തിലെ പാവപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലൊക്കെ പുതുക്കി പുതിയ പേരിലൊക്കെയാണ് ഈ പദ്ധതി തുടരുന്നതെങ്കിൽ അടുത്ത മാസം മുതൽ 1000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക ഒരുപക്ഷെ ലഭിക്കുകയില്ല. ഇതോടൊപ്പം യുവതീ-യുവാക്കൾക്ക് വേണ്ടി പുതുതായി ആരംഭിച്ച കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന്റെ മെയ് മാസത്തെ തുകയും ലഭിക്കുവാനുണ്ട്. 18-നും 30-നും വയസ്സിനിടയിൽ പ്രായമുള്ള സർക്കാർ ജോലി അല്ലെങ്കിൽ പൊതുമേഖലാ ജോലികൾ ഇവയ്ക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും നൈപുണ്യ കോഴ്സുകളിൽ ചേർന്നിട്ടുള്ളവരുമായ യുവതീ-യുവാക്കൾക്ക് മാസം 1000 രൂപ വീതം 1 വർഷം നൽകുന്ന പദ്ധതിയാണിത്. 1,00,000-ലധികം പേർ ഇതിന്റെ ഗുണഭോക്താക്കളായുണ്ട്. ഇവർക്കുള്ള ആനുകൂല്യവും ഈ മാസം അവസാനത്തോടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്റ്റ് വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സർക്കാർ ഭാഗത്തു നിന്ന് വരുമ്പോൾ കൃത്യമായി അറിയിക്കുന്നതാണ്. എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.